നമസ്തേ. വിശ്വാസം എന്ന ചാനലിലേക്ക് നല്ലവരായ സജ്ജനങ്ങൾക്ക് സാദര നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഷയം നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ചില രീതിയിലുള്ള ദോഷങ്ങൾ അതായത് വീടിന്, വസ്തുവിന്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ധനാഭിവൃദ്ധി ഇല്ലാതിരിക്കാൻ വേണ്ടി ശത്രുബാധ ദോഷങ്ങൾ ഏറ്റവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടോത്രം, കർമ്മങ്ങൾ ഇങ്ങനെ പല രീതിയിലും നമ്മൾ നാട്ടിൻപുറത്തുള്ളവരായാലും അല്ലാത്തവരായാലും ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്. ഇതിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ അയൽവക്കത്തുള്ളവരോ അല്ലെങ്കിൽ ബന്ധം എന്ന് നടിക്കുന്നവരോ അങ്ങനെയുള്ളവരാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഭൂമി സംബന്ധമായോ അല്ലെങ്കിൽ ജോലി സംബന്ധമായോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കർമ്മദോഷം, മുട്ട്, അതായത് എന്തൊക്കെ മുട്ടുകളാണ് നമുക്ക് ഏൽപ്പിക്കുന്ന ശത്രുക്കൾ എന്നറിയോ? അതായത് ഒന്നിക്കൽ കർമ്മമുട്ട്, അതല്ലെങ്കിൽ വസ്തുമുട്ട്, അല്ലെങ്കിൽ ദേഹമുട്ട്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ ഉപദ്രവിച്ചവരുണ്ടെങ്കിൽ നമ്മളുടെ ദോഷങ്ങളൊക്കെ മാറ്റി നമുക്ക് പൂർണ്ണമായിട്ട് സന്തോഷവും സമാധാനവും സൽകീർത്തി സർവ്വ സൗഭാഗ്യവും ഉണ്ടായി, വെച്ചടി ഉയർച്ച ഉണ്ടായി, ധനാഭിവൃദ്ധി ഉണ്ടായി, എല്ലാ രീതിയിലും പണം നമ്മളുടെ കയ്യിലേക്ക്, അധ്വാനിച്ച പണം മുഴുവനായിട്ടും നമ്മളുടെ കയ്യിലേക്ക് ചിലവായി പോകാതെ എത്തണമെങ്കിൽ ഒരു വഴിയുണ്ട്. ഈ വഴി എന്താണെന്ന് വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു ദുർഗാക്ഷേത്രത്തിൽ പോവുക, അതല്ലെങ്കിൽ ഒരു ശിവക്ഷേത്രത്തിൽ പോവുക, അതല്ലെങ്കിൽ കാളി ക്ഷേത്രത്തിൽ പോവുക. അങ്ങനെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ ഒറ്റ രൂപ നാണയം 3 തവണ തലക്കുഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഭണ്ഡാരത്തിൽ സമർപ്പിച്ചുകൊണ്ട് പറയാം: ദേഹമുട്ട്, ശത്രുമുട്ട്, വിദ്യാമുട്ട്, ഭൂമിമുട്ട്, അങ്ങനെയില്ല എല്ലാവിധത്തിലെ ദോഷങ്ങളെയും മാറ്റി സർവ്വ സൗഭാഗ്യത്തോടെ, സൽകീർത്തിയോടെ, സജ്ജനപ്രീതിയോടെ, ഈശ്വരാനുഗ്രഹത്തോടെ പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കാനും പണം ലഭിക്കാനും എല്ലാവിധത്തിലെ കർമ്മദോഷങ്ങളും മാറ്റി നമ്മളെ അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുന്ന ഭഗവാനെ, അങ്ങേക്ക് നന്ദി. അതുപോലെ ദേവിയോട് അമ്മ മാത്രമേ ഉള്ളൂ ശരണം. എല്ലാവിധ കർമ്മദോഷങ്ങളെയും മാറ്റി സർവാഭിഷ്ട അഭിവൃദ്ധിയോടുകൂടി മംഗളങ്ങളും നൽകി, സർവമംഗളങ്ങളും നൽകി, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയോടുകൂടി എന്നെയും എൻ്റെ മക്കളെയും പൂർണ്ണതയിൽ എല്ലാവിധ സാധ്യതകളോടുകൂടി രക്ഷിച്ചെടുത്തതിന് നന്ദി. അപ്പോൾ അതിന് കാര്യസാധ്യം എന്ന ഈ കാര്യസാധ്യം കൊണ്ട് നമുക്കെല്ലാ കാര്യങ്ങളും ഭഗവതി അല്ലെങ്കിൽ ഭഗവാൻ നേടിത്തരും. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ മറക്കണ്ട, നമ്മൾ അധ്വാനിച്ച് പണം നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുവെക്കുമ്പോൾ ആ പണം പെട്ടെന്ന് തന്നെ നാനാവിധത്തിലും മാറിപ്പോകാനുള്ള കാരണം നിങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ദോഷപ്പണികൾ വീട്ടിൽ ആരെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടാവുക. ഇനി ഒന്നും ചെയ്തില്ല എങ്കിലും പണം ചക്രാണല്ലോ, അപ്പോൾ അത് വേഗം പല വിധത്തിലും മാറിപ്പോകുന്നതിന് ഒന്നാമത്തെ കാരണം ആരെങ്കിലും തരത്തിൽ പ്രാക്കോ ഏതെങ്കിലും തരത്തിലുള്ള വിഷമതകളോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കർമ്മദോഷം ഉണ്ടാവുക. പിതൃക്കളെ പ്രീതിപ്പെടുത്താത്തതുകൊണ്ടോ ദേവന്മാരെ പ്രീതിപ്പെടുത്താത്തതുകൊണ്ടോ ഇങ്ങനെയുള്ള പല രീതിയിലും നമുക്ക് വിഷമതകളില്ലാതിരിക്കാൻ നമ്മൾ ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവതിയോട് അഭീഷ്ടസിദ്ധിക്കായിട്ട് ഈ ഒറ്റ രൂപ നാണയം എടുത്ത് ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ശീഘ്രഫലം ഉണ്ടാവും. അതുപോലെ ഇതിന് വേറെ ദേവീൻ്റെ അടിക്കാലും മഞ്ഞൾ, പച്ചക്കർപ്പൂരം, അതുപോലെ കുരുമുളക് ഇവയൊക്കെ കൊണ്ട് ഇതുപോലെ 3 പ്രാവശ്യം തലക്കുഴിഞ്ഞ് നല്ലവണ്ണം പ്രാർത്ഥിച്ചിട്ട് ഇത് നമ്മൾ അമ്മയുടെ ആ നടക്കിൽ വെക്കുക, ഒരു വെള്ള പേപ്പറിൽ കാര്യസാധ്യം എഴുതിയിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 21 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്താണ് ആഗ്രഹിച്ചത് നമുക്കത് നേടിയെടുക്കാം. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. ഉറപ്പായിട്ട് പെട്ടെന്ന് തന്നെ സൽകീർത്തിയോടുകൂടി, കാര്യസാധ്യത്തോടുകൂടി എല്ലാ അഭീഷ്ടങ്ങളും തരാൻ അമ്മ അനുഗ്രഹദായിനിയായിട്ട്, അല്ലെങ്കിൽ സർവ്വദേവീദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ കാര്യം സാധിക്കും. പക്ഷേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏതൊക്കെ സമയമായിരിക്കണം? ഒന്നുകിൽ ത്രിസന്ധ്യ, അതല്ലെങ്കിൽ പുലരാങ്കാലത്ത് 5 മണി ആ സമയമുള്ള, അതായത് ശരിക്കും ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോൾ ചോറ്റാനിക്കര ക്ഷേത്രം 4:30, പിന്നെ മൂകാംബിക ക്ഷേത്രം 4:30 തുറക്കുന്നത്. ആ നേരം ഈ തുറന്ന വാർഡുള്ള സമയത്ത് നമ്മൾ ആ ദേവീക്ഷേത്രത്തിൻ്റെ തുറന്നാൽ നമ്മുടെ ദേവീദേവന്മാർ കുടികൊള്ളുന്ന ആ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തുള്ള, ശ്രീകോവിലിൻ്റെ മുറ്റത്തുള്ള കൊടിമരത്തിൻ്റെ കീഴിൽ നിന്നിട്ട് നമ്മൾ ഈ കാര്യം ചെയ്യുക. എന്നിട്ട് അമ്മയോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ദേവനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. കാര്യം നടക്കും. കാര്യം നടന്നിട്ടാകുമ്പോൾ നമ്മൾ
എന്താണോ അമ്മയ്ക്ക് സമർപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എന്താണോ ദേവിക്ക് കൊടുക്കുന്നത് അതവിടെ ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിക്കുക. എള്ളെണ്ണയാണെങ്കിൽ എള്ളെണ്ണ, നെയ്യാണെങ്കിൽ നെയ്യ്, അതെല്ലാം എല്ലാ ദേവീദേവന്മാർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ശിവഭഗവാനാണെങ്കിൽ കൂവളത്തിലെയാണ്. അതുപോലെ മറ്റുള്ള ദേവീദേവന്മാർക്കാണെങ്കിൽ ഗണപതിക്ക് കറുകയാണ്. പിന്നെ അതുപോലെ എരിക്കിൻ്റെ പൂവ് ശിവഭഗവാൻ ഇഷ്ടമാണ്. അതുപോലെ നാരങ്ങമാലയാണ് ഏറ്റവും കൂടുതൽ അഭിഷ്ടസിദ്ധിക്കൊക്കെ ആർക്കിഷ്ടം? ദേവിക്കിഷ്ടം. ഗണപതിക്കും നാരങ്ങമാലയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കർമ്മദോഷങ്ങളൊക്കെ മാറ്റി സർവാഭിഷ്ട സിദ്ധിയോടെ ധനാഭിവൃദ്ധിയോടെ പെട്ടെന്ന് നമ്മൾ എല്ലാ ശരീരത്തിനും ദേഹത്തിനും വീടിനും ഏൽപ്പിച്ച എല്ലാ ദോഷങ്ങളെയും ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബാധാദോഷങ്ങൾ എന്തെങ്കിലും നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി സർവ്വ അഭിഷ്ടങ്ങളും നൽകി അമ്മ വരപ്രദായിനിയായിട്ട് ദേവീദേവന്മാരുടെ അനുഗ്രഹത്തോടെ പെട്ടെന്ന് തന്നെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയോട് കൂടി കാര്യസാധ്യം പണത്തിൻ്റെ ബുദ്ധിമുട്ടില്ലാതാക്കി നമ്മൾ ശരീരത്തിന് സൗഖ്യം നൽകുന്ന ഇത്തരത്തിലുള്ള ക്രിയകൾ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. നമുക്ക് എല്ലാവിധ അഭിവൃദ്ധിയും ഭഗവതി അല്ലെങ്കിൽ ഭഗവാൻ തരും, ഈ പ്രപഞ്ചശക്തി തരും. അപ്പോൾ ഇത് നമ്മൾ മറക്കാതെ ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ ത്രിസന്ധ്യക്ക് ചെയ്യുക. പ്രത്യേകിച്ചിട്ട് ഇത് വാവിന് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. വെളുത്ത പക്ഷത്തെ വാവിന് ചെയ്താലും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവിധ അഭിഷ്ടങ്ങളും നൽകുക. എല്ലാവരുടെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ മനസ്സിൽ ഈ കാര്യം ചെയ്തിട്ട് നേരായ മാർഗത്തിൽ കൂടി ഒന്ന് പോയി നോക്ക്. നമുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന പണമൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലേക്ക് എത്തും. ഒരുപാട് ആൾക്കാർ ഭൂമി സംബന്ധമായും മറ്റുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിഷമത അനുഭവിക്കുന്നവർ എന്ത് ചെയ്യണമെന്നറിയാത്ത ബുദ്ധിമുട്ടും എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്ക് കാര്യം നടന്നിട്ടുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം ചെയ്യുക. എല്ലാവിധ മംഗളങ്ങളും നൽകുക. നന്ദി, നമസ്തേ. വിശ്വാസം എന്ന ചാനലിൽ എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീർഘായുസ്സോടെ ആയുരാരോഗ്യത്തോടെ സൽകീർത്തിയോടെ ജീവിക്കാൻ, സർവ്വാഭിഷ്ടങ്ങൾ നൽകി ഭഗവാന്റെ അനുഗ്രഹത്തോടെ ജീവിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, ഭഗവതി അനുഗ്രഹിക്കട്ടെ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.